ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ വാഹനത്തിന്റെ ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലപ്പെട്ട ചില നിമിഷങ്ങൾ ഹ്രസ്വമായിരിക്കുന്ന ഈ പ്രഭാഷണം കേൾക്കുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് വളരെ മനോഹരവും സുന്ദരവുമായിരിക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ രാജു എന്ന് പറയുന്ന ഒരു യൗവനക്കാരനുണ്ടായിരുന്നു. തന്റെ ബാല്യം കഴിഞ്ഞ യൗവന കാലഘട്ടത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം തനിക്ക് സഹിക്കുവാൻ കഴിയാത്ത ഒരു പല്ലുവേദന വരുവാനിടയായി തീർന്നു. ആ പല്ലുവേദന സഹിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് താൻ പരിശോധനയ്ക്ക് വിധേയമായി മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചെന്നാൽ പല്ലുവേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അല്പം കൂടി വലിയൊരു ഹോസ്പിറ്റലിൽ കടന്നുപോയിട്ട് താൻ തന്റെ പല്ലുവേദനയ്ക്ക് ചികിത്സ തേടുവാൻ ഇടയായിട്ടു. വളരെ നീണ്ട പരിശോധനകൾക്ക് ശേഷം അവിടുത്തെ ഡോക്ടർമാർ രാജു എന്ന് പറയുന്ന യൗവനക്കാരനോട് പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയിലുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചെന്ന് പരിശോധിക്കുവാൻ പറഞ്ഞു. ഒരു കേവലം പല്ലുവേദനയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയ രാജുവിനോട് റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചെന്ന് പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ ആശങ്കകളും വേദനകളും ധാരാളമായിട്ട് റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചെന്ന പരിശോധനകൾക്ക് ശേഷം രാജുവിനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഡോക്ടർമാർ അറിയിച്ചു. രാജുവിന്റെ വായ്ക്കകത്ത് ക്യാൻസറാണ്. എങ്ങനെയാണ് ഈ രാജുവിന്റെ വായ്ക്കകത്ത് ക്യാൻസർ വന്നത്? നന്നായി ചെറുപ്പത്തിൽ കൂട്ടുകാരുമായിട്ട് സൗഹൃദ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുമ്പോൾ കൂട്ടുകാർ സൗജന്യമായി വച്ചു നീട്ടിയ പാൻപരാഗും ശംഭുവും രാജു ഉപയോഗിക്കാൻ തുടങ്ങി. കൂട്ടുകാർ സൗജന്യമായി കൊടുത്ത പാൻപരാഗും ശംഭുവും കൊണ്ട് തൃപ്തിയടയുവാൻ കഴിയാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് 5 രൂപ 10 രൂപ നാണയത്തുട്ടുകൾ മോഷ്ടിച്ചെടുത്ത് മിനുങ്ങുന്ന കവറിൽ രാജു വാങ്ങിച്ചുപയോഗിച്ച ആ പാൻപരാഗവും പാൻ മസാലയും എത്ര ലക്ഷം രൂപ കൊടുത്താലും പരിഹരിപ്പാൻ കഴിയാത്ത ക്യാൻസർ എന്ന മാരകമായിരിക്കുന്ന രോഗം രാജുവിന് സമ്മാനിച്ചു. ഇതൊരു രാജുവിന്റെ ചരിത്രമല്ല, ഒരു രാജുവിന്റെ കഥ മാത്രമല്ല. നമ്മുടെ സമൂഹത്തിന്റെ ചുറ്റുപാടുകളിൽ മാതാപിതാക്കൾ വളരെ സ്വപ്നങ്ങളോടെ പഠിപ്പിച്ചു വളർത്തുന്ന, ബാല്യം കടന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന ഈ തലമുറയിലെ അനേകം വ്യക്തിജീവിതങ്ങളുടെ ഒരു ചരിത്രമാണ്. കൗതുകത്തിനാരംഭിക്കുന്ന ലഹരി. കൂട്ടുകാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ കൂട്ടുകാർ സൗജന്യമായിട്ട് ഒരു മദ്യം വച്ച് നീട്ടുമ്പോൾ നമ്മുടെ പൗരുഷത്തിൽ പലപ്പോഴും പറയാറുണ്ട്, ഇത് വേണ്ട, ഞാൻ ഉപയോഗിക്കത്തില്ലെന്ന്. എന്നാൽ കൂട്ടുകാർ പറയുന്ന ചില വാക്കുകൾ, അളിയ ഇത് നീ കുടിച്ചില്ലെങ്കിൽ നീ പുരുഷനല്ല, ഈ സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ നീ പുരുഷനല്ല എന്ന പൗരുഷത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പൗരുഷം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുപയോഗിക്കുന്ന ഒരു പെക്കിൽ ആരംഭിക്കുന്ന മദ്യം തന്നെ മുഴുക്കുടിയനാക്കി മാറ്റുകയാണ്. ഒരു പുകയിൽ ആരംഭിക്കുന്ന ജീവിതം ബ്രേക്ക് ചെയ്യുവാൻ കഴിയാത്ത ഒരു സ്മോക്കറായിട്ട് തന്നെ മാറ്റുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വിപത്താണ്, നമ്മുടെ സമൂഹത്തിന്റെ വിപത്തായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജു എന്ന് പറയുന്ന യൗവനക്കാരന് ക്യാൻസർ വന്ന അതിന് കാരണമായത് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണ്. ഇത് ഒരു വ്യക്തിയിൽ മാത്രമല്ല, ധാരാളം പേരിൽ ലഹരിയുടെ അമിതമായിരിക്കുന്ന ഉപയോഗം കൊണ്ട് ക്യാൻസർ തുടങ്ങിയ മാരകമായിരിക്കുന്ന രോഗങ്ങൾ വന്ന് മരിച്ചു മാറ്റപ്പെടുന്നവരുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ക്യാൻസർ തുടങ്ങിയ മാരകമായിരിക്കുന്ന രോഗങ്ങൾ വന്ന് മരിച്ചു മാറ്റപ്പെടുന്നവരുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, നാം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ വിറ്റഴിക്കപ്പെടുന്ന ലഹരി വസ്തുക്കളുടെ പുറത്ത്
സർക്കാർ നിയമപ്രകാരം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ക്യാൻസർ തുടങ്ങിയ മാരകമായിരിക്കുന്ന രോഗങ്ങളിലേക്ക് മനുഷ്യരെ നയിക്കുമെന്ന്. അപ്പോൾ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ബ്രൗൺ ഷുഗറും തുടങ്ങിയ നവീന ലഹരി വസ്തുക്കളായിരിക്കുന്ന MDMA തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം കൊണ്ട് ക്യാൻസർ തുടങ്ങിയ മാരകമായിരിക്കുന്ന രോഗങ്ങൾ ഇവിടെ സമ്മാനിക്കുക. ഇന്ന് നമ്മുടെ കോളേജ് കുമാരന്മാരുടെയും കുമാരിമാരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ലഹരി വസ്തുക്കളിൽ ഒന്നാണ് MDMA എന്നറിയപ്പെടുന്നത്. MDMA എന്ന് പറയുന്ന ലഹരി വസ്തു ഉപയോഗിക്കുന്നവൻ നമ്മുടെ കോളേജ് കുമാരന്മാരെയും കുമാരിമാരെയും അത് സ്വാധീനിക്കുവാനുള്ള ഒരു ഘടകം MDMA എന്ന് പറയുന്ന ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് മണം കൊണ്ടോ നിറം കൊണ്ടോ അടുത്തൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. MDMA ഉപയോഗിക്കുന്നത് കൊണ്ട് നിറം കൊണ്ടോ മണം കൊണ്ടോ അത് ഉപയോഗിച്ചു എന്ന് അടുത്തുള്ള മാതാവിനോ പിതാവിനോ അധ്യാപകർക്കോ സഹോദരങ്ങൾക്കോ മനസ്സിലാക്കാൻ കഴിയത്തില്ല. MDMA നിരന്തരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ഗവൺമെന്റ് ഡോക്ടർമാർ പുറത്തുവിട്ട റിപ്പോർട്ട് ഇങ്ങനെയാണ്: നിരന്തരമായി MDMA ഉപയോഗിക്കുന്ന ഒരു സുന്ദരനായിരിക്കുന്ന സുന്ദരനോ രാവിലെ പല്ല് തേക്കുവാൻ ബ്രഷുമായിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നാൽ ഏതെങ്കിലും ഒരു ദിവസം താൻ ഞെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം MDMA സ്ഥിരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പല്ലുകൾ പൊടിഞ്ഞു മാറ്റപ്പെടുവാനിടയായിത്തീരും. അസ്ഥി പൊടിഞ്ഞ് നുറുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ അപസ്മാരമെന്നും ചുഴലി എന്നൊക്കെ പറയുന്ന രോഗമുണ്ടാക്കുന്ന ലക്ഷണത്തോടുകൂടി വായിൽ നിന്ന് നുരയും പതയും പുറത്തുവിട്ടുകൊണ്ട് ഒരു മാനസിക രോഗിയായി മാറ്റപ്പെടുവാനിടയായിത്തീരും. അങ്ങനെ ലഹരി നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ ശാരീരികമായിട്ടും മാനസികമായും ഒക്കെ തകർത്ത് ഒരു വിപത്തായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള രോഗങ്ങൾ മാത്രമല്ല ലഹരിയുടെ അമിതമായിരിക്കുന്ന ഉപയോഗം കൊണ്ട് സംഭവിക്കുന്നത്. പൂവാർ എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, യാത്രക്കാരായി ജീവിതത്തിലെ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് കടന്നു പോകുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, പീഡനങ്ങൾ, എന്തിനേറെ പറയുന്നു റോഡപകടങ്ങൾ തുടങ്ങി എല്ലാത്തിന്റെ പിന്നിലും ലഹരിയുടെ കറുപ്പകരമുണ്ട്. പോലീസ് FIR റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ നടക്കുന്ന റോഡപകടങ്ങളിൽ 80% മദ്യപിച്ചു വാഹനം ഓടിച്ചതുകൊണ്ടോ മദ്യപിച്ചു വാഹനം ഓടിച്ചതിന്റെ മുന്നിൽ ചെന്ന് പെട്ടതുകൊണ്ടോ ഉണ്ടായ അപകടങ്ങളാണ്. സുന്ദര സ്വപ്നങ്ങളുമായി വീട്ടിൽ നിറഞ്ഞിരിക്കുമ്പോൾ മാതാവിനോട് പിതാവിനോട് മക്കളോട് മടങ്ങി വരുമ്പോൾ പലഹാരം കൊണ്ടുവരാമെന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇറങ്ങിത്തിരിച്ച് എത്രയോ യുവനക്കാർ നടുറോഡിൽ പൊടിഞ്ഞു വീണ് മരിച്ചു. അത് കേവലം അപകടമല്ല, അത് മനുഷ്യന്റെ വിപത്തിന് കാരണമായ ലഹരിയുടെ മാസ്മരികതയിൽ ഉന്മാദ ലഹരിയിൽ വാഹനം ഓടിച്ച് സംഭവിച്ച ദാരുണമായ കൊലപാതകങ്ങളാണ്. ഇങ്ങനെ വീണുടങ്ങി മരിച്ചു മാറ്റപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇതിന് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് മ്യൂസിയത്തിന്റെ പിന്നിൽ നടപ്പാതയിൽ കൂടി നടന്ന് തന്റെ ആരോഗ്യമെന്ന് മെയിൻ്റനൻസ് ചെയ്യുവാൻ നടന്നുപോയ പത്രപ്രവർത്തനായിരിക്കുന്ന റഷീദിനെ IAS ഓഫീസറെ മദ്യലഹരിയിൽ വന്ന് വാഹനം ഇടിച്ച് തൽക്ഷണം മരിച്ചെന്ന വാർത്ത നമ്മൾ കേട്ടു. നിയമം അറിയാത്തത് കൊണ്ടല്ല, നിയമങ്ങളും നിയമ സംവിധാനങ്ങളും നന്നായിട്ട് അറിഞ്ഞിട്ടും മദ്യത്തിനും മയക്കുമരുന്നിനും മനുഷ്യൻ അടിമയായിരിക്കുക. എന്തിനേറെ പറയുന്നു, ഇവിടെ പിച്ചു ചിന്തി കൊല്ലപ്പെടുന്ന പെൺകുട്ടികൾ, പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ പിന്നിൽ ആ പീഡന കാരണങ്ങളായിരിക്കുന്ന വ്യക്തികളെ പിടിച്ച് പരിശോധിക്കുമ്പോൾ ആ FIR റിപ്പോർട്ട് പറയുന്നത് പ്രതി ലഹരിക്കടിമയായിരുന്നു എന്ന ദാരുണമായ വാർത്തയാണ്. എത്രയോ പേർ സൗമ്യയും അതുപോലെ ഒത്തിരി പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ പിച്ചിച്ചിന്തി കൊല്ലപ്പെട്ടപ്പോൾ അതിന്റെ പിന്നിൽ ലഹരിയായിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു വിപത്തായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. 2025 പ്രത്യേകത, വിവാഹമോചനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്.
സുന്ദരമായിരിക്കുന്ന ദീർഘകാലമായിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ 1, 2, 3, 4 വർഷങ്ങൾ കഴിയുമ്പോൾ വിവാഹമോചിതരായി തീരുകയും ഭാര്യ ഒരാളൂടെ പോയെന്നും ഭർത്താവ് മറ്റുള്ളവർ പോയെന്നും പറയുന്ന വാർത്തകൾ നമ്മൾ ധാരാളം കേൾക്കുകയാണ്. വിവാഹമോചനങ്ങളുടെ പിന്നിൽ 70% ലഹരിയുടെ അമിതമായ ഉപയോഗം കൊണ്ട് ജീവിതത്തിൽ സമാധാനം തകരുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളം സുന്ദരമാണ്, മനോഹരമാണ്. സുന്ദരവും മനോഹരമായിരിക്കുന്ന കൊച്ചു കേരളത്തിൽ ലഹരിയുടെ അടിഞ്ഞാട്ടവും ലഹരിയുടെ അമിതമായ ഉപയോഗവും കൊണ്ട് തകർന്ന തരിപ്പണമാകുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നമ്മുടെ സമൂഹം ഒരു വലിയ വിപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ തകരുമ്പോൾ അനാഥരായിത്തീരുന്ന കുഞ്ഞുങ്ങളുണ്ട്. കുടുംബങ്ങൾ തകരുമ്പോൾ ആരുമില്ലാതെ വിധവകളെ പോലെ ജീവിക്കേണ്ട സ്ത്രീകളുണ്ട്. കുടുംബങ്ങൾ തകരുമ്പോൾ തുണയില്ലാതെ ജീവിക്കുന്ന പുരുഷന്മാരുണ്ട്. ഇവരെല്ലാം സാമൂഹിക വിരുദ്ധരായിട്ടും സമൂഹത്തിന്റെ വിപത്തുമായി മാറ്റപ്പെടുമ്പോൾ ഇതിന്റെ പിന്നിലെ അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം ലഹരിയാണ്. ലഹരിയുടെ ഉപയോഗം കൊണ്ട് തകർന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ലഹരിയുടെ ഉപയോഗം കൊണ്ട് തകർന്നുപോയ ധാരാളം യൗവനക്കാരുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയുടെ പിന്നിലും ലഹരിയുടെ അമിതമായ ഉപയോഗമുണ്ട്. ഇങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തെ സുന്ദരമായിരിക്കുന്ന, മനോഹരമായിരിക്കുന്ന, സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന, വിദ്യാഭ്യാസത്തിലും അറിവിലും സമ്പത്തിലും മുന്നിൽ നിൽക്കുന്ന കൊച്ചു കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നു എങ്കിലും അത് സാത്താന്റെ സ്വന്തം നാട് പോലെ ലഹരിയുടെ അമിതമായ ഉപയോഗം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുവാൻ കൊച്ചു കേരളത്തെക്കുറിച്ച് നമുക്ക് അഭിമാനമല്ല. കൊച്ചു കേരളത്തിൽ കേൾക്കുന്ന വാർത്തകൾ ലഹരിയിൽ ഉണ്ടാകുന്ന ലഹരിയുടെ വിപത്ത് കൊണ്ട് അത് സാത്താന്റെ പണിപ്പുരയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലഹരിയുടെ ഉപയോഗത്തിൽ വീണുപോയവരായിരിക്കാം, ലഹരിയുടെ ഉപയോഗത്തിലേക്ക് തുടക്കം വെച്ചവരായിരിക്കാം. പക്ഷേ ലഹരിയുടെ അമിതമായിരിക്കുന്ന ഉപയോഗം കൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന സാമൂഹിക മൂല്യച്യുതികളെക്കുറിച്ചും കുടുംബജീവിതങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയൊരു വിപത്തായി മാറ്റപ്പെടുവാനിടയായിത്തീരും. ഞാൻ ചോദിക്കട്ടെ, നല്ല മദ്യപാനിയായ ഒരു വ്യക്തി സമ്പന്നനായിത്തീർന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നല്ല മദ്യപാനിയായ വ്യക്തി ഉള്ള വീടും ഉള്ള വസ്തുക്കളൊക്കെ വിറ്റ് ദാരിദ്ര്യത്തിന്റെ കുപ്പത്തൊട്ടിലേക്ക് വീണു മാറ്റപ്പെടുവാനിടയായിത്തീരും. മദ്യപാനത്തിന്റെയും ലഹരിയുടെയും അമിതമായിരിക്കുന്ന ഉപയോഗം ക്യാൻസർ തുടങ്ങിയ മാരകമായ രോഗങ്ങളും സാമൂഹിക വിപത്തുകളും സമ്മാനിക്കും പോലെ തന്നെ മദ്യപിക്കുന്ന ഒരു വ്യക്തി ഒരു വിഷാദ രോഗിയായി മാറ്റപ്പെടും. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നറിയാതെ, ലക്ഷ്യബോധമില്ലാതെ ഒരു വിഷാദത്തിനടിമയായിത്തീരുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെ ജീവിതം തകർക്കുന്ന ലഹരിയുടെ അമിതമായ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ നല്ല പൗരൻ എന്ന രീതിയിൽ, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന രീതിയിൽ ലഹരിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തേണ്ടത് ഏതൊരു പൗരന്റെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ലഹരി നമ്മുടെ സമൂഹത്തെ തച്ചുടച്ച് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ധാരാളം കവലകളിൽ പ്രസംഗിക്കാറുണ്ട്, ധാരാളം മദ്യപാനികളോട് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഞങ്ങൾ അടുക്കലേക്ക് ചിലർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വിറയ്ക്കുന്ന കൈകളുമായിട്ട് ചിലർ അടുക്കുമെന്ന് പറയും, സുഹൃത്തേ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. കൂട്ടുകാരിൽ ചെന്നൊരു കൗതുകത്തിന് ആരംഭിച്ച ആ ലഹരി എന്റെ ജീവിതം തകർത്തു, എന്റെ കുടുംബം തകർത്തു. എല്ലാം ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ ആരുമില്ലാത്തവനായി, ഒന്നുമില്ലാത്തവനായി മാറ്റപ്പെട്ടിട്ടുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ഞങ്ങൾ അടുക്കൽ വരാറുണ്ട്. ഞങ്ങൾ ആ വ്യക്തികളുമായിട്ട് സംസാരിക്കാറുണ്ട്. അവരോട് ചോദിക്കും, ഈ മദ്യപാനം നിർത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ മുടിഞ്ഞ മദ്യപാനം, ഈ ലഹരി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ച് വെയിലത്തും മഴയത്തും അധ്വാനിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനവുമായിട്ട് മദ്യഷാപ്പിലേക്ക് പോയി മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന് ഭാര്യയും കുഞ്ഞുങ്ങളെയും എടുത്തിട്ടടിച്ച് ടിവിയും കസാരയൊക്കെ ചവിട്ടിപ്പൊട്ടിച്ച്
ദാരുണ സംഭവങ്ങൾക്ക് ശേഷം വസ്ത്രമെടുത്തും ഉടുക്കാതെയും എവിടെയെങ്കിലും കിടന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വീർത്തു കലങ്ങിയ കണ്ണുകളുമായിട്ട് ഭയന്നിരിക്കുന്ന മക്കളെയും കണ്ടുകൊണ്ട് എല്ലാ പിതാക്കന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനിനി മദ്യപിക്കത്തില്ല, എന്റെ മദ്യപാനം അവസാനമാണെന്ന്. ഭാര്യയുടെയും മക്കളുടെയും തലയിൽ കൈവച്ച് സത്യം ചെയ്യാറുണ്ട്. പക്ഷേ അന്ന് വൈകുന്നേരവും ജോലി കഴിഞ്ഞു വരുമ്പോൾ അറിയാതെ മദ്യഷാപ്പിലേക്ക് പോകും. ഇതിനെ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നത് പാപമെന്നാണ്. പാപമെന്ന വാക്കിന്റെ അർത്ഥം ഒരു മനുഷ്യൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നു, ഇതിനെ പാപമെന്ന് പറയുന്നു. മദ്യപിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, തെറ്റായ രീതിയിൽ ജീവിക്കരുതെന്ന് എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അവന്റെ ഉള്ളിൽ കിടക്കുന്ന പാപത്തിന്റെ പ്രവൃത്തിയിലേക്ക് അവനെ വശീകരിപ്പാനിടയായിത്തീരും. എന്താണ് പാപം? ഒരു മനുഷ്യൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നു, ഇതിനെ പാപമെന്ന് പറയുന്നു. എങ്ങനെയാണ് പാപം ലോകത്തിൽ കടന്നത്? ഈ ലോക സ്ഥാപനത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കി വെച്ചപ്പോൾ ദൈവം മനുഷ്യനൊരു കൽപ്പന കൊടുത്തു. ആ കൽപ്പന മനുഷ്യൻ ലംഘിച്ചു പാപിയായിത്തീർന്നു. ദൈവത്തിന്റെ കൽപ്പന, ദൈവിക വ്യവസ്ഥകൾ അന്നും ഇന്നും ലംഘിക്കുന്നത് പാപമാണ്. ആ പാപത്തിന്റെ പരിണിതഫലമായി മനുഷ്യൻ രോഗത്താലും മരണത്താലും അനവധി പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുവാനിടയായിത്തീർന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതം തച്ചുടച്ചു തകർത്ത് പാപമംഗുലമായി ജീവിതം നയിച്ചു മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്റെ ചോദ്യം ഇതാണ്, ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ ഇറങ്ങി വന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിപ്പാൻ കഴിയും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയും, ഇതൊരു മതത്തിന്റെ പ്രഭാഷണമായിട്ട് നിങ്ങൾ ചിന്തിക്കും. തെറ്റിപ്പോയി സുഹൃത്തുക്കളെ. 1995 കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കൊരു സംഭവം ഉണ്ടായി. കൂത്തുപറമ്പിന്റെ വിരിമാറിൽ 5 യുവാക്കൾ വെടിയേറ്റ് വീണ് മരിച്ചു. അന്ന് ഞാനിവിടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കോളേജിനകത്തുള്ള രാഷ്ട്രീയ സംഘർഷ നിമിത്തം വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് മുടിയും ഒക്കെ നീട്ടി വളർത്തിയ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ചപ്പോൾ ഞാൻ കേട്ടൊരു സന്ദേശമാണ്, യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന്. ആ സന്ദേശം എന്നെ രൂപാന്തരപ്പെടുത്തുവാനിടയായിത്തീർന്നു. ഞാനിൽ വിശ്വസിച്ചപ്പോൾ എന്റെ നിരാശകൾ മാറി ലക്ഷ്യബോധത്തിലേക്ക് എന്നെ നയിക്കുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പാപത്തിൽ വീണ് പാപമംഗുലമായി ജീവിതം നയിച്ച് ലക്ഷ്യബോധമില്ലാതെ നിങ്ങൾ അലയുകയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തലിന്റെ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മേൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. തന്റെ ഏകജാതനായ പുത്രന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തൊക്കെയുള്ള ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിപ്പാൻ യോഗ്യവും സത്യവുമായ വചനം തന്നെ. ഒരിക്കൽ കൂടി ലോക ചരിത്രത്തിൽ കേൾക്കേണ്ട ഏറ്റവും വലിയ നഗ്ന സത്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരുത്തൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മേൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. മദ്യപാനം നിങ്ങളുടെ ജീവിതത്തെ തകർത്തിട്ടുണ്ടോ? മദ്യപാന നിമിത്തം നിങ്ങൾ തകർന്ന വ്യക്തിയാണോ? പാപത്തിലും അതുപോലെയുള്ള വിഷയത്തിലും നിരാശയിലും ആത്മഹത്യ ചിന്തയിലും നിങ്ങളായിരിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിപ്പാൻ കഴിയും. പരിശുദ്ധ പിതാവേ, ഈ കവലിൽ വാഹനങ്ങൾ ഓടിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും മാനസികമായിട്ടോ ആരെങ്കിലും കർത്താവ് ലഹരിക്കടിമകളോ ആണെങ്കിൽ അവരെ കർത്താവ് സ്വാതന്ത്ര്യം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രക്കാർക്കായി മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മീതെ ഏകനാമമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിപ്പാൻ എല്ലാവരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമം തന്നെ ആമേൻ.